മതിയായ രേഖയില്ലാതെ റഷ്യയിൽ ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്യുന്ന ആളുകളോടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഹായ് എവരിവൺ. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് റഷ്യയിലേക്ക് കയറി വരുന്നുണ്ട്. പക്ക ലീഗലായിട്ടുള്ള വർക്ക് പെർമിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. അതായത് ടൂറിസ്റ്റ് വിസയിലൊക്കെ വന്നിട്ട് റഷ്യയിൽ ജോബ് അന്വേഷിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ആൾക്കാർ വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ പല വീഡിയോസിലും ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം പ്രോബ്ലംസ് ഉണ്ടാവും, എത്രത്തോളം പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഫ്യൂച്ചറിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിനെ കുറച്ച് ദിവസം മുമ്പ് ഒരു 4-5 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരോട് ഒരു ചെറിയ കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഇല്ലീഗലായിട്ട് റഷ്യയിൽ സ്റ്റേ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇപ്പോൾ റഷ്യയിൽ പട്ടിണിയായ ഒരു സാഹചര്യത്തിലാണ് ഭൂരിഭാഗം ആളുകൾ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലീഗലായിട്ടുള്ള ഒരു വർക്ക് പെർമിറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം പല സ്ഥലങ്ങളിലും നിന്നും അവർക്ക് ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചത്. പല കടകളിലും അവർ പോയി ജോലി അന്വേഷിച്ചു, പക്ഷേ അവർക്ക് ആരും ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവില്ല. എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ റഷ്യൻസിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, റഷ്യക്കാരൻ നിങ്ങൾക്ക് ജോലി തരത്തുള്ളൂ. കാരണം ഇവിടെ എല്ലാ കാര്യങ്ങളും പക്ക ക്ലിയർ ആയിരിക്കണം, നിങ്ങളുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് അറിയാം. കാരണം നിങ്ങളിത് ഇല്ലീഗൽ പേപ്പർ, കാരണം ചില ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറയും അത് കുഴപ്പമില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ അതിൻ്റെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ടുള്ള നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഇല്ലീഗലായിട്ട് നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആരും ജോലി തരാൻ വേണ്ടിയിട്ട് റഷ്യയിൽ തയ്യാറാവത്തില്ല. അത് വലിയൊരു പ്രശ്നത്തിലേക്കാണ്. ആരാണോ നിങ്ങൾക്ക് ജോലി തരുന്നത് ആ ഒരു കമ്പനി, ആ ഒരു വ്യക്തി വലിയൊരു ഫൈനൊക്കെ കെട്ടിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവരെ ആ ഒരു കമ്പനിയിൽ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെ പല റഷ്യക്കാരും കാരണം നിങ്ങളൊരു ഫോറിൻ എമിഗ്രൻസ് റഷ്യയിലേക്ക് വരുന്ന സമയത്ത് 30-36% അടുത്ത് ടാക്സ് നമ്മൾ പേ ചെയ്യണം. ടാക്സ് ഒന്നും പേ ചെയ്യാതെ ഗവൺമെന്റിനെ കബളിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പല കമ്പനികൾ ഇല്ലീഗലായിട്ട് നിങ്ങൾ ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീപ്പോർട്ടേഷൻ ഒക്കെ വരാണ്ട്. കാരണം നിങ്ങളുടെ പാസ്പോർട്ടിൽ ചിലപ്പോൾ ഡീപ്പോർട്ടേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും അത് വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ റഷ്യയിലേക്ക് ലീഗലായിട്ട് വരാം. ലീഗലായിട്ട് വന്നു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം റഷ്യയിൽ തന്നെ, മോസ്കോയിൽ തന്നെ പല റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ തന്നെ വലിയ ഇന്ത്യൻസിൻ്റെ തന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ജോലി കിട്ടിയേക്കാം. പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ചില ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എസ്പെഷ്യലി ഹിന്ദിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹിന്ദിക്കാർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മലയാളികളും പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അവിടെ അവർ ചിലപ്പം അവരെ ഒരു കുഴപ്പമില്ലാതെ നിങ്ങളെ ജോലിക്ക് എടുക്കും. അവർ നിങ്ങൾക്ക് ഫുഡും അക്കോമഡേഷനും പ്രൊവൈഡ് ചെയ്യും. കാരണം പക്ഷെ നിങ്ങൾക്ക് കറക്റ്റ് മാസം ശമ്പളം തരത്തില്ല. ചില ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20,000 25,000 ഒക്കെ നിങ്ങൾക്ക് തരത്തുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങളെ ചിലവെല്ലാം കഴിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല മോസ്കോയിൽ. എസ്പെഷ്യലി നിങ്ങൾ പുറത്തൊക്കെ പോയി മോസ്കോയിൽ നിങ്ങളുടെ ചിലവൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. നിങ്ങൾ മോസ്കോയിൽ വന്നു കഴിഞ്ഞാൽ 10,000-20,000 രൂപ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തീരും. അത്രയും എക്സ്പെൻസ് ആണ് മോസ്കോയിൽ. നിങ്ങൾക്ക് ഇവിടെ അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന പോലെ റഷ്യയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വലിയൊരു എക്സ്പെൻസ് ആണ് റഷ്യയിൽ വരുന്നത്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ അല്ലറ ചില്ലറ എക്സ്പെൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും സിം കാർഡ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങി കഴിക്കാനുള്ള എക്സ്പെൻസ്, അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ലോജിക്കായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് മാത്രം റഷ്യയിലേക്ക് വരിക. കാരണം നിങ്ങൾക്ക് ഇല്ലീഗലായിട്ട് വരുന്ന ഒരാളുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരും ജോലി തരത്തില്ല. കാരണം ഈ കാര്യം ഞാൻ പറഞ്ഞ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പം പല മലയാളികളെ റെസ്റ്റോറൻറ്റുകളുണ്ട് മോസ്കോയിൽ. അതാരൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. അവിടെയൊക്കെ ജോലി ചെയ്തിട്ട് ഇപ്പോഴും ശമ്പളമൊന്നും കിട്ടാതെ ഒരുപാട് മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. കാരണം പക്ഷെ അവർക്ക് അക്കോമഡേഷനും കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ നരകീയമായിട്ട് ഇവിടെ ജോലി ചെയ്ത് വളരെ ഇവരെ വേണ്ടാത്ത ആട്ടുനൂപ്പൊക്കെ കേട്ട് ജോലി ചെയ്തിട്ട് ഒരു ശമ്പളവും കിട്ടാതെ നാട്ടിലേക്ക് പോയിട്ടുള്ള മലയാളികളെ എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, അത് എസ്പെഷ്യലി മലയാളികളെ റെസ്റ്റോറൻറ്റുകളിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ തിരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും, കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പല പ്രോബ്ലംസും നേരിടുന്ന പല ആൾക്കാരുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പം അവർ ജോലിയൊക്കെ ചിലപ്പോൾ തരുമായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അവിടെ കറക്റ്റ് ശമ്പളം കാര്യങ്ങളും കിട്ടാതെ, കാരണം നിങ്ങളുടെ കയ്യിൽ പേപ്പറില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അവരെ തിരിച്ചൊന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. കാരണം അവര് പേപ്പറിൻ്റെ പേരിൽ നിങ്ങളുടെ പേരിൽ അടിച്ച് നിങ്ങളെ എന്താ പറയുക, അവരെ കീഴിൽ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് അവർക്കെതിരെ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും ഫയൽ ചെയ്യാൻ പറ്റത്തില്ല.
കാരണം നിങ്ങളുടെ കയ്യിൽ ലീഗലായിട്ട് ഇല്ലീഗലായിട്ടാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് അവർ യൂട്ടിലൈസ് ചെയ്യും, കൂടുതൽ യൂസ് ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ജോലി ഇങ്ങനെ ഒരുപാട് ജോലി ചെയ്യിപ്പിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ശമ്പളം ഒന്നും തരത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസും കാര്യങ്ങളും പല ആളുകളിൽ നിന്നും യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഉള്ളത് കാരണം പല ആളുകളും എനിക്ക് പല രീതിയിലും കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ മറ്റുള്ള ആളുകൾ റഷ്യയിൽ വരുന്ന ആളുകളാണെങ്കിൽ അവർ വന്ന് പെടാതിരിക്കട്ടെ ബ്രോ, നിങ്ങളൊന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് പറയാറുണ്ട്, നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം, മറ്റുള്ള ആളുകളും പോയി പെടാതിരിക്കട്ടെ, നമ്മളേതായാലും വന്ന് പെട്ടുപോയി, ഇതിനൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ബ്രോ. കാരണം ഞാനും ബ്രോയുടെ വീഡിയോ ഒക്കെ കാണാറുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് എടുത്തു ചാടി കയറി വന്നതാണ് ബ്രോ. ഇപ്പോൾ ജോലിയൊന്നുമില്ല, വളരെ ബുദ്ധിമുട്ടിലാണ്, കാരണം എവിടെയും ജോലി കിട്ടുന്നില്ല, പക്ഷെ ഇങ്ങനെ പെട്ടുപോയി ബ്രോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരെന്നെ വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. എനിക്കിവിടെ നിങ്ങളായിട്ട് വേണ്ടാത്ത നിങ്ങളെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാരണം ഇവിടുത്തെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയായിട്ടൊക്കെ തോന്നും. അതൊക്കെ നിങ്ങളെ കയ്യിൽ ലീഗലായിട്ടുള്ള വർക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ക ക്ലിയർ ആയിട്ടുള്ള പേപ്പർ വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കാതെ റഷ്യയിൽ എവിടെയും ജോലി ചെയ്യാം. നിങ്ങളങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇല്ലീഗലായിട്ട് ഇല്ലീഗലായിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന മിഗ്രൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ വരുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറൊക്കെ ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. റഷ്യൻ്റെ റൂള് ഭയങ്കര റെസ്ട്രിക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇവിടെ ടെമ്പററി റെസിഡൻസി, പെർമനന്റ് റെസിഡൻസി ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ റൂൾ എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവും. നിങ്ങൾ എത്രത്തോളം ഒരു എമിഗ്രേഷനിൽ കയറി ഇറങ്ങേണ്ടതായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ചിലപ്പം പറയും എനിക്ക് വേണ്ട, എനിക്ക് ഇനി ടെമ്പററി റെസിഡൻസി വേണ്ട, എനിക്ക് പെർമനന്റ് റെസിഡൻസി വേണ്ട എന്നിട്ട് നിങ്ങളത് മടുത്ത് ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാവും. കാരണം അത്രയധികം ഈ ഡിഫിക്കൽട്ടാണ് ഈ ഒരു സംഭവമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം പേപ്പർ വർക്ക് ഇവിടുത്തെ A to Z കാര്യങ്ങൾ റഷ്യൻ ലാംഗ്വേജിലാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഹെൽപ്പർ, നിങ്ങളുടെ കൂടെ ഒരു നല്ലൊരു ആള് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും 100%. കാരണം അവിടുത്തെ ആളുകളെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ നല്ല ആളുകളുണ്ട്, അതുപോലെ തന്നെ ചില ആൾക്കാർ നിങ്ങൾ നാളെ പോവാ മറ്റൊന്ന് പോവാ, ഇത് അവർക്ക് നിങ്ങൾ പറയുന്ന മനസ്സിലായില്ലെങ്കിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ നിങ്ങളോട് എടുത്തു ചാടി അവർ പറയും പോയിട്ട് നാളെ പോവാ മറ്റൊന്ന് പോവാ, എനിക്ക് പറ്റത്തില്ല അങ്ങനെ എന്നൊക്കെ പറയുന്ന. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതാവും, നിങ്ങൾ ആരും അടുത്തു പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും എക്സ്പീരിയൻസ് ഇല്ല. കാരണം റഷ്യയിൽ ജീവിച്ചിട്ടുള്ള ഞാൻ ഇത്ര വർഷം റഷ്യയിൽ ജീവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നോക്കുക. അപ്പം ഇല്ലീഗലി സ്റ്റേ ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ലീഗലായിട്ട് നിങ്ങൾ വന്നോളൂ, ജോലി ചെയ്തോളൂ, ക്യാഷ് ഏൺ ചെയ്യും, ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഡെയിലി ആയിട്ട് നിങ്ങൾക്ക് എവിടെയും പോകാം, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്കറിയാം മോസ്കോയിലും സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലൊക്കെ നിൽക്കുകയാണെങ്കിലും റഷ്യൻ്റെ ഏത് ഭാഗത്തായാലും എമിഗ്രേഷൻ ചെക്കിങ് എപ്പോഴും മെട്രോയിൽ പോയാലും എവിടെ പോയിക്കാൻ നിങ്ങളെ പാസ്പോർട്ട് അവർ ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമായിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ പല സാഹചര്യങ്ങൾ നിങ്ങൾ പോയി പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ലീഗലായിട്ട് വരാണെങ്കിൽ എന്താണ്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കയ്യിൽ പക്ക ഡോക്യുമെൻറ്റും കാര്യങ്ങളും ഉണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോലി ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ചില ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം. അതെനിക്ക് പ്രശ്നമല്ല. കാരണം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പെട്ടുപോയത് എല്ലാവരും ലീഗലായിട്ട് വന്ന് ജോലി ചെയ്യുക, ലീഗലായിട്ട് ക്യാഷ് ഏൺ ചെയ്യാം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്താലും വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.